ശൈത്യയ്ക്കും പി ആർ ചെയ്തത് വിനു, അനുമോൾക്കും പി ആർ ചെയ്തത് വിനു. പക്ഷേ ശൈത്യ പുറത്താക്കപ്പെട്ടു, അനുമോൾ വിജയിച്ചു. പൈസ കൂടുതൽ കൊടുത്തില്ലേ? അടുത്ത സീസണിൽ മത്സരിക്കാൻ പോകുന്ന പ്രിയ കണ്ടസ്റ്റൻസിനോട് നിങ്ങൾക്ക് കപ്പ് കിട്ടണമെങ്കിൽ കുറേ പി ആർ കൊടുത്തിട്ട് മിണ്ടാതെ പോയി അവിടെ ഇരുന്നാൽ മതി. പണം ഇറക്കണം, പണം ഇറക്കി കളിക്കണം. പറയണതാരാണ്? ചേച്ചിക്ക് അറിയാവോ, ഞാൻ അടുക്കള കയറിയിട്ടില്ല. എൻ്റെ വീട്ടിൽ അടുക്കള എന്നെ കയറ്റത്തേ ഇല്ല. എനിക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ഇവിടെ വന്ന് പഠിച്ചതാണ്. എന്ന് വെച്ചാൽ അനുമോളുടെ ഇച്ചിരി ഹസ്കി വോയിസാ. ഞാൻ ഇങ്ങനെ അനുമോള് ഞാനിതുവരെ അടുക്കളയിൽ കയറിയിട്ട്. അയ്യോ, ഹസ്കി വോയിസ് ആണെന്ന് ഇവിടെ വരഞ്ഞു മുറുകി വരണ അങ്ങനെയല്ല. ഞാനിതുവരെ അടുക്കളയിൽ കയറിയിട്ടില്ല. എനിക്കെന്ത് അറിഞ്ഞൂടാ. അതുകൊണ്ട് എനിക്കിവിടെ വലിഞ്ഞു മുറുകു പറയണാണ് നമ്മുടെ ഷാരിയെ വെച്ച്. ഗൈസ്, ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് കമൻസിലൊക്കെ ഈ അനുമോളുടെ വീഡിയോസ് ഒക്കെ വരുമ്പോൾ കമൻസ് ഇട്ട് പറയാം അനുമോള് നുണച്ചിയാണ്, മറ്റാണ്, മറിച്ചാണെന്നൊക്കെ. പക്ഷെ അനു നുണ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യമാണ്. അനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അനു നന്നായിട്ട് കുക്ക് ചെയ്യും, ബിരിയാണി വെക്കും, എന്തൊക്കെയോ വെക്കും, സ്പെഷ്യലായിട്ടൊക്കെ വെക്കും, അതൊക്കെ നന്നായിട്ട് വെക്കും എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസിൽ വന്നിട്ട് അനു പറഞ്ഞത് അനുവിനെ അടുക്കളയിൽ കയറ്റത്തില്ലായിരുന്നു, അനുവിന് കുക്ക് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു, ഒന്നും അങ്ങനെ പാചകം ചെയ്യാറില്ല. പക്ഷെ അനു നന്നായിട്ട് കുക്ക് ചെയ്തു ബിഗ് ബോസിൽ. സോ ഇതാണ് നുണ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അനുമോള് അന്ന് കുക്ക് ചെയ്യുമെന്ന് പറഞ്ഞത് MG ശ്രീമാർ വെച്ച് അനുമോള് കുക്ക് ചെയ്യോ? ഓ ഞാൻ കുക്ക് ചെയ്യും ചേട്ടൻ പെറോട്ട അടിക്കുമ്പോ അവിടെ അടുത്ത്. ഇതാണ് കാര്യം. ചിലപ്പോ ആ സവാള വല്ലതും വയറ്റി കൊടുക്കുന്നതോ അല്ലെങ്കിൽ അതിൽ കുറച്ച് ബിരിയാണി വെക്കുമ്പോ റൈസ് അതിലോട്ട് പറക്കിയിടുന്നതായിരിക്കും ആ പാവ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്ത് കാണുമായിരിക്കും, അല്ലെങ്കിൽ പെറോട്ട അടിക്കാൻ മാവ് ഇട്ട് കൊടുത്തായിരിക്കും. ഇതാണ് ആ കുട്ടി അന്ന് ചെയ്തത്. അതിന് എടുത്തു വെച്ചിട്ട് പണ്ടത്തെ കാര്യം എടുത്ത് ഇപ്പോഴും കൊണ്ടുവരണം. ഞാൻ എൻ്റെയൊക്കെ ഒരു പ്രായത്തിൽ ആരെങ്കിലും എന്നോട് കുക്ക് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യും എന്ന് വിചാരിച്ച് എല്ലാ ദിവസവും വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കുന്നു, എല്ലാ ദിവസവും പൊറോട്ട അടിക്കുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? നമ്മൾ സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യും, സവാള വയറ്റുകയോ അരിയുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അത് ഫൈനലി ഞാൻ പറയണോ ഞാനാണിത് പാചകം ചെയ്തത്, ഇതായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്. അനു വീട്ടിൽ അങ്ങനെ പാചകം ചെയ്യാറില്ല, സ്ഥിരം പാചകം ചെയ്യാറില്ല. അതാണ് ഈ പാചകം കുക്ക് ചെയ്യോ എന്ന് ചോദിക്കുന്നവർ ഇത് മാനിപ്പുലേറ്റ് ചെയ്തെടുത്തേണ്ട കാര്യം അതാണ്. സ്ഥിരം പാചകം ചെയ്യാറില്ല. അവളല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, രാവിലെ ലഞ്ച് ഉണ്ടാക്കുന്നത്, ഡിന്നർ ഉണ്ടാക്കുന്നത്. സിറ്റുവേഷൻ വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ നല്ല രുചികരമായിട്ട് ഉണ്ടാക്കും. അത് അവളുടെ കഴിവാണ്. നേരം വെളുത്ത് ഇറങ്ങിയങ്ങ് പോകും. പെടാ പാടുപെട്ട് പറഞ്ഞിട്ടില്ല, ഒരു മാസത്തിൽ 25 ദിവസവും അതിന് വർക്കുള്ള ദിവസമാണ്. അതിന് വീട്ടിൽ നിൽക്കാൻ സമയമില്ല. അഥവാ വന്ന് യാദൃച്ഛികമായിട്ട് ഒരു ദിവസവും 2 ദിവസവും നിന്നാൽ പോലും അവൾ 12 മണിക്കാണ് ഉറക്കം കഴിക്കുന്നത്. അവരെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു, അമ്മയും ചേച്ചിയും കൊടുത്തത്. രാവിലത്തത് പോലും കഴിക്കണത് ആ സമയത്താണ്. ചിലപ്പോൾ ഉറക്കത്തിൽ നിന്നായിരിക്കും വിളിച്ചുണർത്തി കൊടുക്കണം. പിന്നെ അവൾ യൂട്യൂബിൽ നോക്കി യൂട്യൂബിൽ നോക്കി അവൾക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ അവൾ നോക്കി വെച്ചിരുന്നാണ് ബിഗ് ബോസിൽ വന്നിട്ട്. അത് പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റൂലല്ലോ. പെണ്ണുപിള്ളേക്ക് ഒന്നും ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ സത്യം പറഞ്ഞ. അതിനകത്ത് ഒരാൾക്കും ഒന്നും ചെയ്യാൻ അറിഞ്ഞൂടായിരുന്നു. അവൾ ഉണ്ടാക്കണ ഭക്ഷണം നല്ല അടിപൊളിയായിട്ട് തന്നെ അവൾ വീട്ടിലുണ്ടാക്കിയിട്ടില്ലെങ്കിലും ഉണ്ടാക്കിയ ഭക്ഷണം അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും കഴിക്കുകയും തന്നെ സന്തോഷമായിട്ട് വയറ് വീർക്ക കഴിച്ചിട്ടുമുണ്ട്. പിന്നെ കിടന്ന് അടി ഉണ്ടാക്കിയിട്ടുമുണ്ട് കുറഞ്ഞു പോയെന്നും പറഞ്ഞു. ചിലരുടെ പ്രത്യേകതയാണ്, പൊതുവെ ചിലപ്പോൾ കുക്ക് ചെയ്യത്തില്ലായിരിക്കും, പക്ഷെ കുക്ക് ചെയ്യണ സമയത്ത് ഭയങ്കര രസമായിട്ട് അവർ നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ല സ്വാദായിരിക്കും. അത് അവരുടെ കൈപ്പുണ്യാണ്. സാരിക്ക് ആ സൗണ്ട് വന്നില്ലല്ലേ, ഇങ്ങനെ വിളിക്കുന്നു. ഇവിടെ വന്ന ഇതെല്ലാം പഠിച്ചു. ആ അനുമോള് 2 വർഷം മുമ്പ് MG ശ്രീകുമാറിന് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ് MG ശ്രീകുമാർ ശരിക്കും കുത്തി ചോദിക്കുന്നുണ്ട്, അനുമോൾ എന്തൊക്കെ ഉണ്ടാക്കും? ഞാൻ എല്ലാം ഉണ്ടാക്കും. പൊന്നെ പെണ്ണും പിള്ളേ, നിനക്ക് അസൂയെന്നല്ലാതെ ഇതിന് വേറൊന്നും പറയാനില്ല. അനുമോൾ എന്തൊക്കെ ഉണ്ടാക്കും? ഞാൻ എല്ലാം ഉണ്ടാക്കും. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കും, പന്നി ഇറച്ചി ഉണ്ടാക്കും, ബീഫ്. ഇവര് പറയണ കേട്ടത്തൊന്നും എല്ലാ ദിവസവും അനുമോള് വീട്ടിൽ ഇതൊക്കെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നതെന്ന്. സാരിക യൂട്യൂബിൽ പോലും ഈ പാചകം ചെയ്യണം ഉണ്ടാക്കി പഠിച്ചിട്ടില്ല. ഒരു കൊച്ചു ആയെന്ന് പറഞ്ഞു, 10 വയസ്സോ 11 വയസ്സോ ആയെന്ന് പറഞ്ഞു. എങ്ങനെ ഭർത്താവിനും കുട്ടിക്കും ഒക്കെ വേവിച്ച് കൊടുത്തു എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. അനുമോള് വെക്കുന്ന ബിരിയാണി, ചിക്കൻ കറി, പിന്നെ തക്കാളിക്കറി, അവിടെ കിട്ടുന്ന സകല സാധനങ്ങളും വെച്ച് അനുമോള് എല്ലാം അതിൽ എക്സ്പേർട്ടാണ് പുള്ളിക്കാരത്തി. കള്ളം പറഞ്ഞാൽ നല്ല ഫുഡാണ്. ഞങ്ങൾ രുചികരമായ ആഹാരം കഴിച്ചത് അനുമോളുടെ കുക്കിങ്ങിലാണ്. അയ്യോ, ഉള്ള സത്യം പറഞ്ഞ് തൊണ്ട ഇരവി പിടിച്ചാണെങ്കിലും പറഞ്ഞ് അനുമോള് ഉണ്ടാക്കുന്ന ഫുഡ് കഴിച്ചാണ് നല്ല സന്തോഷമായിട്ട് വയറ് നിറച്ചെന്ന്.
ഈ പെണ്ണുമ്പിള്ള പറഞ്ഞ അനുമോള് ഇറുവി പിടിച്ചാണ് സംസാരിക്കണേന്ന്. പിന്നെ എന്തേരാണ് പറയാനുള്ള? അപ്പൊ എങ്ങനെയൊക്കെയാണല്ലോ കാണിക്കുന്നത്. പാടന്മേ. കുക്കിംഗ് അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് രുചി? കുക്ക് ചെയ്യാൻ അറിഞ്ഞൂടാത്ത ആൾക്ക് എങ്ങനെയാണ് രുചികരമായ ഭക്ഷണം വെക്കാൻ? അതിന് ശ്രമിക്കണം മിസ്റ്റർ. അനുമോൾ അതിനകത്ത് വന്നിട്ട് ശ്രമിച്ചു കുക്ക് ചെയ്യാൻ. നിങ്ങൾ ആരെങ്കിലും ശ്രമിച്ചോ അതിന്? അതൊരു ആർട്ടാണ്. അനുമോളെ അമ്മ കുക്ക് ചെയ്യണ സമയത്ത് സമയം ഉണ്ടെങ്കിൽ അവൾ ചെന്ന് നോക്കിക്കൊണ്ട് നിൽക്കുമെന്നും പറഞ്ഞ്. പക്ഷെ അത് കണ്ടല്ലാതെ അവൾ ചെയ്തിട്ടില്ല. അത് കണ്ടാലും മതിയല്ലോ, മനസ്സിലൊരു ഊഹം കാണുമല്ലോ. പിന്നെ യൂട്യൂബിൽ നോക്കി അതും മനസ്സിൽ വെച്ചിട്ടുണ്ട്. അയ്യോ, ഇതൊക്കെ എന്തേരാണ് പറയണേ? തമാശയോ? നിനക്ക് എന്താ ഇത്ര സ്നേഹം അനുമോളുടെ? നീ അനുമോളുടെ PR വണ്ടിയോട് അതിരിക്കാം. ഇതാണ് ആരെങ്കിലും ഇച്ചിരി സ്നേഹം കാണിച്ച അവര് മറ്റേതാവും. അനുമോളെ PR ആണെന്നാ ഇന്റർവ്യൂ നടത്തണ പയ്യെ. ഈ പെണ്ണും പിള്ളക്ക് എന്തെന്റെ കേടാണ്. നീ അത് ചിന്തിക്കണ്ട. അനുമോളിനെ ഞാൻ വെളുപ്പിക്കുന്നത് നീ കരുതിയാ വേണ്ട. അനുമോളെ വെളുപ്പിക്കാൻ നീ ആരടി അനുമോളെ? നിങ്ങളെ വെളുപ്പീര് കണ്ടിട്ടാണ് ഇനി അനുമോക്ക് ജീവിക്കാൻ. അവൾ അന്തസ്സായി പോയി ജീവിക്കുക തന്നെ. അനുമോൾ വ്യക്തിപരമായിട്ട് എനിക്ക് അനുമോളിന് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. ഇനി വേറൊരു അനുമോളുടെ വ്യക്തിത്വം എന്താന്ന് എനിക്കറിയില്ല. അതിനേക്കാൾ അനുമോളെ കണ്ണിക്കടിയത് കണ്ണിക്കടി എന്ന് പറയണ PR ചർച്ച നടക്കുന്നോണ്ട് ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ. ഈ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയോട് PR കൊടുത്തിട്ട് പോണം എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. ബുദ്ധിയുള്ള മനുഷ്യൻ. അത് അയാൾക്ക് അറിയാം PR എന്തിനാണെന്നും PR കൊണ്ട് എന്താണ് ഉദ്ദേശിക്കണേന്നും അതിനെക്കുറിച്ചുള്ള മൊത്തത്തിലുള്ള ധാരണയുള്ള ഒരാളായതുകൊണ്ട് ഈ ആള് അനുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുമ്പ് PR കൊടുത്തിട്ടേ പോവാവുള്ളൂ. ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാത്ത, എന്തൊക്കെ കോണ്ടന്റുകളാണ് ബിഗ് ബോസിൽ കൊടുക്കേണ്ടത് എന്ന് അറിഞ്ഞുകൂടാത്ത ഈ വാഴകള് PR-നെ കുറ്റം പറയുന്നു. എന്നിട്ട് പറയുന്നു PR ഉള്ളതുകൊണ്ടും ക്യാഷ് ഒരുപാട് കൊടുത്തത് കൊണ്ടാണ് അനുവിന് കപ്പ് കിട്ടിയത്. വാട്സപ്പില് എന്നോട് ഫുള്ള് ഡീറ്റെയിൽസ് കിടപ്പുണ്ട്. PR ഇല്ലടാ, ഞാൻ PR ഒന്നും കൊടുക്കുന്നില്ല, PR കൊടുക്കാതെ പോവാ എന്ന് പറഞ്ഞ വ്യക്തിയോട് PR കൊടുത്തിട്ടേ പോകാവുള്ളൂ എന്ന് എന്റെ വോയിസ് ഇപ്പൊ കിടപ്പുണ്ടായതിന് അത് പറയാൻ കാണിച്ച ധൈര്യം ഉണ്ടല്ലോ. നോക്കിയിട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ അനുമോൾ ഇങ്ങനെ തംസപ്പ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. അപ്പം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് PR കൊടുക്കുന്നതിൽ ഒരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. ക്യാഷ് ഉള്ളവർക്ക് PR കൊടുക്കാം. കാരണം ഒരു ഗെയിമിൽ പോകുമ്പോൾ അതിന് ഗെയിമിൽ വിജയിക്കാൻ വേണ്ടിയുള്ള എല്ലാ മാർഗങ്ങളും നമുക്ക് സ്വീകരിക്കാം. മനസ്സിലായി? ജയിക്കുന്നവൻ എങ്ങനെ ജയിച്ചു എന്നുള്ളതല്ല, ജയിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ അകത്ത് നീതിപൂർവ്വമായിട്ട് ജയിക്കണം. PR ചെയ്യുന്ന ആളാണ് പിന്നെ അതിൻ്റെ അകത്ത് നീതി കണ്ടെത്തുന്നത്. അവിടെയാണ് പ്രശ്നം. അതാണ് ചേച്ചി പറഞ്ഞത്. വിനു പലരെയും ടാർഗറ്റ് ചെയ്ത് അവരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിൽ PR ചെയ്തപ്പോഴാണ് പ്രശ്നമായെന്ന് പറയുന്നത്. ഇപ്പൊ ശൈത്യക്കാണ് കട്ടപ്പായി, അതുപോലെ ബിൻസി കുറെ പ്രശ്നത്തിലേക്ക് പോയി, അക്ബർ, ബിന്നി ഒക്കെ ഇങ്ങനെ കുറെ പ്രശ്നം. ഈ ശൈത്യം എങ്ങനെയാണ് കട്ടപ്പ ആയത്? ഈ ശൈത്യന്റെ ഈ യഥാർത്ഥ കൂതറ സ്വഭാവം ഞാൻ നോട്ടീസ് ചെയ്യണം എപ്പോഴാണെന്നറിയോ? ലാലേട്ടന്റെ എപ്പിസോഡ് വരുമ്പോഴത്തേക്കും ലാലേട്ടൻ വിളിച്ചിർത്തിയിട്ട് ശൈത്യനോട് ഇങ്ങനെ ചോദിക്കും. അനുമോള ഓരോന്നിനും കടന്ന് കുറ്റം പറയുമ്പോഴത്തേക്ക് ശൈത്യ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ അന്ന്. അപ്പൊ വിളിച്ച് ചോദിക്കുമ്പോൾ ശൈത്യ അനുവിനെ കുറ്റം പറഞ്ഞിട്ട് സംസാരിക്കും. അപ്പോഴും ഞാൻ ഈ ഉമ്മ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ശൈത്യ എന്ത് ഇങ്ങനെ സാധാരണ ഫ്രണ്ടിനെ ഞാൻ അവളടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവള് ചെയ്യാത്തതാണ് ലാലേട്ടാ. അനുവിനെ കുറ്റം പറയുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഞാൻ നോട്ടീസ് ചെയ്തു. പിന്നെ ആയപ്പോഴത്തേക്കും അനുവിനെ കുറിച്ചുള്ള ഓരോ കാര്യങ്ങൾ മാറി നിന്ന് ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെയാണ് ശൈത്യ കട്ടപ്പയായത്. അല്ലാതെ പുറത്ത് വിനു അങ്ങനെ വീഡിയോ ഇറക്കിയത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസ് ഉണ്ടൊന്നും അല്ല ഈ പറയുന്ന ശൈത്യ കട്ടപ്പയായത്. കട്ടപ്പയായത് ശൈത്യയുടെ കയ്യിലിരിപ്പ് കൊണ്ടും ശൈത്യ കാണിച്ചു കൂട്ടിയ സാധനങ്ങളും കൊണ്ടും തന്നെയാണ്. ഈ PR ചെയ്തുകൊണ്ട് മാത്രമല്ലോ, അവിടെ നടക്കുന്നതിന് അനുകൂലമോ പ്രതികൂലമോ ആയിട്ട് PR ചെയ്യാന്നുള്ളതല്ലേ നടക്കുള്ളൂ. ഇവിടെ വെളിയിൽ ഉള്ള ഇപ്പൊ ഈ വിനു ആണെങ്കിലും ഏത് PR ചെയ്യുന്ന ആളാണെങ്കിലും അകത്തെന്ത് നടക്കുന്നു അതിനാസ്പദമാക്കി വെളിയിൽ അത് പോസിറ്റീവ് ആക്കുക എന്നുള്ളതല്ലേ നടക്കുള്ളൂ. അപ്പൊ അകത്ത് നല്ലൊരു ഗെയിം കളിച്ചത് കൊണ്ടാണല്ലോ വെളിയിൽ അത്യാവശ്യം പോസിറ്റീവ് വന്ന് ഇപ്പൊ കപ്പ് കടത്തുന്ന സാഹചര്യം വന്നെന്നാണ് എന്റെ ചോദ്യം. പട്ടികളിട്ട് കടിച്ച് വലിക്കും കണക്കാ അനുവിനിട്ട് കടിച്ചു വലിച്ച്. നിങ്ങളൊക്കെ കാരണം തന്നെയാണ് അനുവിന് കപ്പ് കിട്ടിയത്. ഇവര് പറയുന്നത് സഹതാപ വോട്ടാണ്. നീയൊക്കെ പിന്നെ കടിച്ച് പറിക്കുമ്പോഴത്തേക്കും പുറത്ത് ആൾക്കാർ കൈയൊട്ടിച്ചിരിക്കണോ? സീരിയസ് ആയിട്ടൊരു കാര്യം ചേച്ചിയോട് ചോദിച്ചാൽ ചേച്ചി സത്യസന്ധമായിട്ട് ഉത്തരം പറയണം. നോക്കാം. രാജാക്കന്മാര് രാജവട്ടാരത്തി ഇരിക്കൂലേ, അതേ കണക്കാണ് പറയണം. നോക്കട്ടെ എന്തിനാണ് ചോദിക്കാൻ പോണേന്ന്. പറയാൻ പറ്റണാണെങ്കിൽ പറയും, ഇല്ലെങ്കിൽ പറയൂല. അത്രേ ഉള്ളൂ. അപ്പം ഒടുവിൽ സ്വാഭാവികമായിട്ടും അനുമോള് തന്നെയാണ് PR-ന്റെ ബലത്തിലായിക്കോട്ടെ, ഇപ്പൊ ചേച്ചി പറയുന്ന പോലെ PR-ന്റെ ബലത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ ജനപിന്തുണ കൊണ്ടായിക്കോട്ടെ, അവിടെ കളിച്ച ഗെയിമിന്റെ മൂല്യം കൊണ്ടായിക്കോട്ടെ അഹങ്കാരം കാണണമെങ്കിൽ ഇങ്ങനെ പോയി അങ്ങ് നിന്നാ മതി. കണ്ടുകൊടുത്ത എന്റെ പൊന്നോ, അത് പറഞ്ഞപ്പോ ഇങ്ങനെ ആയി കേട്ടോ. അത് റിയാലിറ്റിയാണ്, നമ്മൾ മാറ്റമില്ല. പക്ഷേ
പല സ്ഥലങ്ങളിലും ചേച്ചി പറയുന്നത് അനീഷാണ് ജയിക്കേണ്ടത്, അനീഷായിരുന്നു ജയിക്കേണ്ടത്. അതെ, ഞാൻ ആഗ്രഹിച്ചതും കളിച്ചതും. റൗഡി ഇടിക്കാൻ പോകൂലേ, അതേ കണക്ക് ഇങ്ങനെ കൈയൊക്കെ ചുരുട്ടിയിട്ട് ഈ ഇന്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തു എന്തോ ആ പുള്ളി. അത് ഞാൻ പറയും അനീഷാണ് ജയിക്കാനുള്ളത്. സുപ്രഭാതം ബിഗ് ബോസ്, സുപ്രഭാതം. അനീഷാണ് ജയിക്കേണ്ടതെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ള ഒരു സംശയം എന്ന് പറയുന്നത്, ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീ ജയിക്കുന്നത് ഇഷ്ടമില്ല അല്ലെങ്കിൽ വളർന്നു പോകുന്നത് ഇഷ്ടമില്ല എന്നൊരു ജെന്യുവിൻ ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഇത് ശരിക്കും ആൾക്കാർ പല 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 കമന്റ്സിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളതായിരിക്കും. ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീ വലുതാവുന്ന അല്ലെങ്കിൽ ഒരു സക്സസ്സിൽ എത്തുന്നത് ഇഷ്ടപ്പെടത്തില്ല. ഇവിടെ അതാണ് ശരിക്കും കാണാൻ പറ്റണം. ശൈത്യ ആയാലും, ബിന്നി ആയാലും, ബിൻസി ആയാലും, ശാരിക ആയാലും, ആരായാലും, ആദിലായാലും, സരിക, ആദില, ആർക്കും അനുമോള് കപ്പെടുത്തത് ഇഷ്ടമല്ലാത്തതിന്റെ ഒറ്റൊരു കാരണമേ ഉള്ളൂ, ഷീസ് എ വുമൺ. ഇഷ്ടമല്ലാത്ത അനീഷിനെ പോലും പിന്നെ അവസാനം അനുമോള് കപ്പടിക്കാതിരിക്കാൻ വേണ്ടി അനീഷിനെ നല്ലതാക്കി പറഞ്ഞ് അനുമോളെ അവിടെ നെഗറ്റീവ് ഇട്ടു തുടങ്ങി. അത് ഈ ആള് കറക്റ്റ് ചോദിച്ച്, നല്ല കാര്യം. പക്ഷെ ഇതിപ്പോ തറയിൽ കിടന്ന് ഉരുളും. ഒന്നുമല്ല, നമ്മളും ഇവിടെ പറഞ്ഞു കേട്ടോ, ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്, ഒരു പെൺകുട്ടി ആയതുകൊണ്ടാണ് മറ്റേ വാടകളായ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതെന്ന്. ചേച്ചിക്ക് സത്യത്തിൽ അസൂയ മൂത്തിട്ടാണോ അത്? ഭ്രാന്തായി പോയി. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ ഉത്തരം പറയുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ രണ്ട് ചിരി ചിരിക്കുക. കാലന്റെ ചിരിയാണ് ഇവള് ചിരിച്ചത്. സത്യം മുന്നേ റോഡികളെ കൈയൊക്കെ മുടക്കി. ഈ മനുഷ്യൻ പിന്നീട് ഇന്റർവ്യൂ എല്ലാം എടുത്താ, ഇതോടുകൂടി ഇന്റർവ്യൂ നിലച്ചെന്ന് തോന്നണം. അയ്യേ ആ ചിരി പിന്നിപ്പ അല്ലേ? കറക്റ്റ്. ഗൈസ്, ഈ ചിരി എന്റെ മമ്മി ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. എനിക്കിത് കണ്ടിട്ട് എങ്ങനെ ചിരിക്കാതിരിക്കോടാ ഞാൻ? എന്ത് കണ്ടിട്ടാണ്, എന്ത് ക്വാളിറ്റിയിലാണ് ഞാൻ അനുമോളുടെ അസൂയപ്പെടുന്നത്? ഒന്നാമത്തെ കാര്യം, എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഉള്ളത്? അസൂയ പെണ്ണും പിള്ളേ, നിനക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? ഞാൻ ഇപ്പോഴിതായ ആ ബിഗ് ബോസിൽ പോയ അതിന് മുമ്പാങ്ങാണ്ട എവള ഈ പെണ്ണും പിള്ളേരെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ആരും ഒരു പാവപ്പെട്ട ഏതെങ്കിലും ഒരു കൊച്ചു വന്ന് ഇന്റർവ്യൂവിന് ഇരുന്നാലും ആദ്യം അങ്ങോട്ട് ഭരിക്കും. എവള് കയറി നിന്നിങ്ങോട്ട് വായി തോന്നണതാണില്ല, അപരാധം വിളിക്കും കണക്കാണ് എവള് വിളിക്കണത്. എത്രയോ എണ്ണ അതുപോലെ കരഞ്ഞിറങ്ങി പോകണം. ഞാൻ പെണ്ണും പിള്ളേ, നിനക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? അമ്മച്ചി പറ, നിങ്ങൾക്ക് എന്ത് ക്വാളിറ്റിയാണുള്ളത്? അക്കച്ചി പറ, ഇതിലെന്ത് ക്വാളിറ്റി നമുക്ക് പറയാം? ഇത് കണ്ടിട്ട് എനിക്ക് തോന്നണല്ല കറച്ചട്ടി തലയെ കമത്തിക്കൊണ്ടിരിക്കുന്നു. അയ്യോ, അത് ഓക്കെ, അത് നല്ലൊരു ക്വാളിറ്റിയാണ്. അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കറച്ചട്ടി ഉണ്ടല്ലോ, അല്ലെ പുത്തൻ കറച്ചട്ടി തലയെ കമത്തിക്കൊണ്ടിരിക്കുന്നു. ശരിക, വി ആർ ഗോയിങ് ടു അനലൈസ് യുവർ ക്വാളിറ്റി. കണ്ട ഒരു റൗഡി ലുക്ക് ഉണ്ട്, അത് നല്ലൊരു ക്വാളിറ്റിയാണ്. അത് നല്ലൊൊരു ക്വാളിറ്റിയാണ്. എല്ലാരും പേടിപ്പിച്ച് വിടാം, പേടിപ്പിച്ച് വിടാം. അതിപ്പോ ഞാൻ കൈയൊക്കെ ചുരുട്ടിയിട്ട് വരണ കണ്ട ഇരുട്ടത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഓടും കേട്ടാ. അല്ലാതെ അവർക്ക് എന്തൊരു ക്വാളിറ്റി എന്ന് പറയാൻ വേണ്ടിട്ട് പ്രത്യേകിച്ചൊന്നും നമ്മൾ കാണുന്നില്ല. അനുവിന് കപ്പ് കിട്ടിയതുകൊണ്ട് പൊട്ടി കരഞ്ഞ് ഇനി വയ്യെന്ന് തോന്നണു. ചുമ്മാ കുത്തിയിരുന്ന് ആളുകളടുത്ത് ഇന്റർവ്യൂ കൊടുക്കാന്നല്ലാതെ ഒരു രക്ഷയില്ല. വേറെ വല്ലതിനാ പിന്നെ പോണ കണ്ട ഇതേപോലെ ഒരേ ചാനലുകാരും വന്ന് പരദൂഷണം പറയണതല്ലാതെ ഞാൻ വേറൊന്നും കണ്ടിട്ടില്ല. ഒന്നാമത്തെ കാര്യം, PR കൊടുത്ത് ജയിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് ഞാൻ. അയ്യോ, PR കൊടുത്തിരുന്നെങ്കിൽ താങ്കൾ ഇപ്പൊ അങ്ങ് ജയിച്ചേനെ. കുറച്ച് മനസ്സും കൂടെ നല്ലതായിരിക്കണം ജയിക്കാൻ വേണ്ടി. കണ്ടോണ്ടിരിക്കണമാര് പൊട്ടന്മാരല്ല, മലയാളി പ്രേക്ഷകരാണ്. നമ്മളെ പോലെയുള്ള ഓരോ വീട്ടമ്മമാരും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് ഈ ഒരു ബിഗ് ബോസ് കൂടുതൽ കാണുന്നത്. അപ്പൊ അങ്ങനെ കാണുമ്പം അനുമോക്ക് അറിയായിരുന്നു എന്ത് കണ്ടന്റാണ് ഇവർക്ക് കൊടുത്താൽ വോട്ട് കിട്ടുക. ആ ഒരു ബുദ്ധി നിനക്കൊന്നും ഇല്ലായിരുന്നു. അതിനുള്ള വർക്കൊന്നും നീ ഒന്നും എടുത്തില്ല. നിന്റെയൊക്കെ തലമണ്ടയില് തലയ്ക്കകത്ത് കളിമണ്ണായിരുന്നു. കളിമണ്ണ് കറച്ചട്ടിയും കല ഉണ്ടാക്കാൻ പോലും ഈ കളിമണ്ണ് വെച്ചിട്ട് കൊള്ളത്തില്ല. അത്രയും ക്വാളിറ്റി പോലും ഇല്ല. അങ്ങനെ അദമ്യമായ ഭ്രാന്തമായ ആവേശം എനിക്ക് ബിഗ് ബോസ് കപ്പിനോട് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വീട് പണയം വെച്ചാലും ഞാൻ PR കൊടുത്ത് പോയേനെ. പെണ്ണും പുള്ള PR കൊടുത്തിട്ടാണ് പോയത്. ഈ PR കൊടുത്താൽ ഇപ്പൊ അങ്ങ് മറിച്ച് വെച്ചനെ അവിടെ കണ്ടന്റ് കൊടുക്കണ ചുമ്മാ അറ്റൂല. എവളവിടെ എന്തോന്ന് ചെയ്ത് എന്റെ വീട്ടിൽ PR തിരക്കി വന്നപ്പോൾ എന്റെ വീട്ടിൽ PR തിരക്കി വന്നപ്പോൾ എന്റെ ബ്രദർ പറഞ്ഞു വിട്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരൊറ്റ മാധ്യമ പ്രവർത്തകരും കേറിപ്പോവരുത്. PR വന്നാൽ അടിച്ചോടിച്ചേക്കണമെന്നാ ഞാൻ പറഞ്ഞു. അടിച്ചു ഓടിക്കണം. ഒരു ഗുണ്ടി തന്നെ. ഞാൻ ഒരു ദിവസം
യഥാർത്ഥ ശരിയായിട്ട് നിൽക്കാൻ പോയത് അവിടെ. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. യഥാർത്ഥ ശാരികനെയാണോ നമ്മളെ ബിഗ് ബോസിനകത്ത് കണ്ടതെങ്കിൽ കൊള്ളാം, നന്നായിട്ടുണ്ട്. എനിക്ക് ഒരിക്കലും അനുമോളെ ഞാനിവിടെ ശ്രദ്ധിച്ചിട്ടേ ഇല്ലെന്നുള്ള കാര്യമാണ്. ഞാൻ പോകുന്നവരെ ഞാൻ അനുമോളെ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം അനുമോൾ ഏതെങ്കിലും മൂലയ്ക്ക് പോയിരുന്ന ഒരുങ്ങലും തേക്കലും തൂപ്പലും തുടക്കലും ഒക്കെ ആയിട്ട് അനുമോൾ അങ്ങ് നടക്കും. പിന്നെ അനിമോള ഈ കറിച്ചട്ടി അമ്മ ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ് പറയണത്. അനിമോളെ പിറക്കേന്ന് നടക്കുമെന്ന് കിച്ചണിൽ നിൽക്കുമ്പോൾ അവിടെ പോവും. എന്നിട്ട് എന്തെങ്കിലും ചെന്നിന്ന് ചോദിക്കും എന്തിനാണ് അവിടെ ഇരിക്കുന്ന ക്യാമറയിൽ പതിയാൻ വേണ്ടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അനിമോൾ ഒരുങ്ങണിടത്ത് പോവും, അവിടെയുണ്ട്. പിന്നെ അനിമോളെ റൂമിൽ പോയി കിടക്കുകയോ ഇരിക്കുകയോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും കാര്യം പറയുമ്പോൾ അനിമോളെ പിറക്കേന്ന് ഇവര് പറയുന്നത് ഇവര് അനിമോളെ ശ്രദ്ധിച്ചിട്ടേ ഇല്ലാന്ന്. അത്രയും നാള് ഇവര് പോണത് വരെയുള്ള കാര്യമാണ് നമ്മൾ പറയണം. ഇവര് പോകുന്നത് വരെ അതിനകത്തുള്ള ബാക്കിയുള്ള എല്ലാ ശവങ്ങളും പൊങ്കാലിട്ടത് അനിമോളയായിരുന്നു. പൊങ്കാലിടുമ്പോഴത്തേക്ക് ഒന്നും ഇവര് അനിമോളെ ശ്രദ്ധിച്ചിട്ടേ ഇല്ല, അനിമോളെ കണ്ടിട്ടേ ഇല്ല അതിനകത്ത്. ജിസേലിന്റെ പുറകെയായിരുന്നു അനിമോൾ എപ്പോഴും. ഞാൻ അനിമോളോട് ചോദിച്ചു, അനിമോളെ നാണമില്ല തനിക്ക്? അനിമോൾ ഇവിടെ കള്ളത്തരം കാണിക്കുന്നു. ജിസേലിന്റെ പിറകെയാണോ അവരൊക്കെ ഇവരുടെ പുറകെയായിരുന്നോ? അനിമോൾ ഇവിടെ കള്ളത്തരം കാണിക്കുന്നുണ്ട്. അപ്പോ ജിസേല് കള്ളത്തരം കാണിക്കുന്നത് പിടിക്കാൻ അനിമോൾ നടക്കുമ്പോൾ അനിമോൾ ലോക കള്ളത്തരം കാണിച്ചിട്ടാണ് കൊച്ചുകളിയായ ജിസേലിന്റെ പുറകെ വരുന്നത്. വലിയ കളിയാണ് കൊച്ചുകളിയെ പിടിക്കാൻ പോകുന്നത്. അപ്പൊ ജിസേലിന്റെ മേക്കപ്പ് സാധനങ്ങളും മറ്റതും ഒക്കെ ഈ പണിപ്പുര ടാസ്ക് വന്നപ്പോ ഈ ആർട്ടിസ്റ്റുകളല്ലേ ഇവരെല്ലാവരും, അവർക്ക് അതൊന്നും ഇല്ലാതെ പറ്റത്തില്ല. ഇവിടെ ആർക്കും പ്രത്യേക റൂൾസ് ഒന്നും ഇല്ലായിരുന്നു. മേക്കപ്പ് ആർക്ക് യൂസ് ചെയ്തുകൂടാന്ന് പറഞ്ഞാൽ ആർക്ക് യൂസ് ചെയ്തുകൂടാ. അവർക്ക് മാത്രം ഭയങ്കര ആർട്ടിസ്റ്റ് ഉണ്ട്, അവർക്ക് മേക്കപ്പ് യൂസ് ചെയ്യാൻ തോന്നുന്നത്. ഇനി ഇതൊന്നും ഇല്ലാതെ അവിടെ പോയ ആളാ. ബിന്നിയും ആർട്ടിസ്റ്റ് തന്നെയാണ്. ബിന്നിയും നല്ല ഫെയിം ആയിട്ടുള്ള ഗീതാ ഗോവിന്ദം എന്ന ഫെയിം എന്ന സീരിയലിൽ നല്ല പ്രശസ്തയായ ഒരുപാട് ആരാധകരായിട്ട് ഇതിലേക്ക് കയറി വന്ന ഒരാളാണ്. അവിടെ രേണുസുതി മേക്കപ്പ് അവർക്ക് കൂടാതെ പറ്റത്തില്ലായിരുന്നു. ഇവരൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടും അനുമോൾക്കും ജിസേലിനും അത് പറ്റത്തില്ലായിരുന്നു. പക്ഷെ ജിസേല് കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം അതേ ഈക്വൽ ജിസയിലായിരുന്നു അവിടെ മേക്കപ്പിൻ്റെ സാധനങ്ങൾ അനുവാദം ഇല്ലാതെ ബിഗ് ബോസ് വിലക്കിയിട്ട് പോലും എടുക്കണത്. അതപ്പോൾ എല്ലാ പെൺകുട്ടികളും അവർ മേക്കപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാണ്. ഈ പറയണ ഈ സ്ത്രീ പോലും ജിസയിലേ നീ എന്തുകൊണ്ട് അതെടുത്ത്, നിന്നെ പോലെയല്ലേ മറ്റുള്ള സ്ത്രീകളല്ല, മറ്റുള്ള പെൺകുട്ടികൾ നിന്നെ പോലെയല്ലേ എന്ന് പറഞ്ഞ സ്ത്രീയാണ്. ആയിട്ട് തന്നെ അനുമോളും കാണിച്ചിട്ടുണ്ട് കള്ളത്തരങ്ങൾ. അനുമോൾ ഒരുപാട് കള്ളത്തരങ്ങളും കള്ളങ്ങളും പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് അവിടെ. എന്താ ചേച്ചി ഓർത്തെടുക്കുന്ന ഒരു കള്ളത്തരം എന്താ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഓർത്തെടുക്കണ കള്ളത്തരം നോക്കട്ടെ. ഇത് തന്നെ ഈ കിച്ചന്റെ കാര്യം പറഞ്ഞത് പൊട്ട കള്ളതല്ലേ പറഞ്ഞത്. അതായത് ഒരു ചാനലിൽ അതേ ഉള്ളൂ അവർക്ക് പറയാൻ. മുമ്പ് പണ്ടങ്ങാണ്ട് പാചകം ചെയ്യാൻ അറിയാന്ന് പറഞ്ഞ് പാചകം ചെയ്ത് കൊടുത്തതാണ്. ഇപ്പൊ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇരുന്ന് വയറ് നിറച്ച് തിന്നിട്ടാണ് ഇരുന്ന് പറയണത്. ഇരുന്ന് കൊടുത്തിട്ട് പച്ചയ്ക്ക് തർക്കിക്കുവാണ് അവിടെ നിന്നുകൊണ്ട്. ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ല, എന്റെ വീട്ടിൽ പോലും ഞാൻ അടുക്കളയിൽ കയറി, ഞാൻ ഇവിടെ വന്നാണ് പഠിച്ചത്, എങ്ങനെ പറയാൻ തോന്നുന്നതാണ് ഇതൊക്കെ. അവരൊരു സെലിബ്രിറ്റി എങ്ങനെ പറയാൻ തോന്നണു നിനക്കത്? എന്റെ പൊന്നാനോ നിനക്ക് അങ്ങനെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാൾ, ഐഡന്റിറ്റിയിൽ നിൽക്കുന്ന ഒരാളായിട്ട് വലിയ കള്ളമായി പോയത്. സെലിബ്രിറ്റി ആയിട്ട് ഇരുന്നിട്ട് എന്തിന് പൊന്നനുമോളെ നിനക്ക് പാചകം ചെയ്യാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞിട്ട് നീ വയറ് നിറച്ച് ആഹാരം ഉണ്ടാക്കി കൊടുത്തത്. അതാണ് നീ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ബിഗ് ബോസിൽ കയറിയിട്ട് പാചകം ചെയ്ത് അതിനകത്തുള്ള എല്ലാത്തിനും വയറ് നിറച്ച് ആഹാരം ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അതാ എങ്കിന്നാ പൊന്നനുമോള് പറഞ്ഞില്ല എനിക്ക് വയ്യ, ചെയ്യാൻ വയ്യ, എന്നെ വേറെ കക്കൂസ് കുഴിയിൽ അങ്ങനെ എടുത്തിട് എന്ന് പോലും ആ കുട്ടി പറയാതെ പാചകം ചെയ്യാനായിട്ട് നിന്ന് കൊടുത്തു. എനിക്ക് വയ്യ. അവർ ഇത് എന്ത് മോന്തയും കൊണ്ട് അവർ പുറത്തോട്ട് ഇറങ്ങും. എന്ത് മോന്തേ? ഈ പെണ്ണുപിള്ളേരെ മോന്തേരി. തീർച്ചയായിട്ടും. പിന്നെ ഇതാണ് അഖിൽമാരാർ പണ്ട് പറഞ്ഞൊരു ചോദ്യം, ഞാനിവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് കോട്ടയാണ്. നാണം കെട്ടും പണം നേടിനാൽ നാണക്കേടാ പണം മാറ്റിടും. നാണം കെട്ട ആര് മേടിച്ച്? കുശുമ്പ് 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 ഈ സ്ത്രീക്ക് മേടിച്ചു കൊടുക്കണമായിരുന്നു. ജിൻഡോ ഓക്കെ ഇങ്ങനെ ചെയ്തു. വലിയ സ്റ്റേറ്റ്മെന്റ് കേട്ടോ. അങ്ങനെയൊന്നും പറയരുത്, അതൊന്നും അത്ര വലിയ സ്റ്റേറ്റ്മെന്റ് ഒന്നും അല്ല. ഒരു വ്യക്തി ഒരു ബിഗ് ബോസിന്റെ കപ്പ് അടിച്ചതിന് ചേച്ചി ഇത്രയും തരം താഴ്ത്തരുത്. ഈ ബിഗ് ബോസിന്റെ കപ്പ് എന്ന് പറഞ്ഞാൽ പത്മശ്രീ പത്മഭൂഷൺ ഒന്നും അല്ല. അതായത് ശാരിക ചേച്ചിക്ക് കപ്പ് കിട്ടാത്തതുകൊണ്ട് ശാരിക ചേച്ചിയുടെ വിചാരം ആ കൊടുത്ത കപ്പ് ചായക്കപ്പാണെന്നാണ്. ശാരിക ചേച്ചിക്കാണ് കപ്പ് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ പൊക്കിക്കൊണ്ട് നടന്നേനെ അവിടെയൊക്കെ. എന്നാലും എൻ്റെ ബിഗ് ബോസേ, ഇത്രയും ക്വാളിറ്റിയുള്ള നിലപാടുള്ള ഇത്രയും കണ്ടന്റ് കൊടുത്ത ഈ ശാരിക ചേച്ചിക്ക് നിങ്ങൾ കപ്പ് കൊടുക്കാത്ത, ആ ചായക്കപ്പ് കൊടുക്കാത്തത് വളരെ മോശമായിപ്പോയി. ശാരിക അമ്മച്ചിക്ക് കൊടുക്കാനുള്ള കപ്പാണ് ഇപ്പൊ അനുമോക്ക് കൊടുത്തിരിക്കണത്. അനുമോൾ ഒരു കണ്ടന്റും കൊടുക്കത്തില്ലായിരുന്നു. അനുമോളാണ് ഈ ശാരികയുടെ ഒക്കെ പിറകെ നടന്നത്.
ജിസേലിന്റെ പിറകെയൊക്കെ അനു എപ്പോഴും എപ്പോഴും നടക്കുമായിരുന്നു. അനു അങ്ങോട്ട് ജിസൈൽ ജിസൈൽ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോണത് അനു ആയിരുന്നു. ബിൻസിയൊക്കെ തമിഴ് ബിഗ് ബോസിൽ ഇനി ചേക്കേറാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലെല്ലാം ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ പോയാലും വലിയ ഗുണമൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണില്ല. തമിഴ് ആൾക്കാരെ കൂടെ വെറുപ്പിക്കാനാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ PR ഉള്ളതുകൊണ്ട് മാത്രമാണ് അനുവിന് കിട്ടിയത്. അപ്പോൾ ഇനിയുള്ള സീസണിൽ 8ാമത്തെ സീസണിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന മാന്യ ജനങ്ങളോട് നിങ്ങൾ പോകുന്നെങ്കിൽ കോടിക്കണക്കിന് രൂപയോളം PR കൊടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ബിഗ് ബോസിനകത്തേക്ക് പോവുക. എന്നിട്ട് വെറുതെ പോയി എവിടെയെങ്കിലും ഇരുന്നാൽ മതി. ഈ ശാരികേനെ പോലെ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചെയ്ത പോലെ അക്ബറിനെയൊക്കെ പോലെ ഏതെങ്കിലും ഒരു സീറ്റിൽ പോയി ഒരു ബീറ്റ് ബാഗിൽ പോയി അങ്ങ് മലനടിച്ച് കിടന്നാൽ മതി. നിങ്ങൾ പ്രത്യേകിച്ച് വർക്കൊന്നും അകത്തെടുക്കണ്ട. വർക്കുകളെല്ലാം പുറത്ത് PR എടുത്തോളും. നിങ്ങളങ്ങ് കയറിയാൽ മതി. കയറി അതിനകത്ത് ഇരുന്നാൽ മാത്രം മതി. ബാക്കി എല്ലാം പുറത്ത് PR നോക്കിക്കോളും. ഓൾ ദ ബെസ്റ്റ്.